കോളേജിൽ പഠിക്കുമ്പോൾ കോപ്പിയടിച്ചതിന് പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ടൊവിനോ തോമസ്. അതിരടി സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ടൊവിനോ രസകരമായ അനുഭവം പങ്കിടുന്നത്. ആ വാക്കുകൾ ഇങ്ങനെ: കോപ്പി വെച്ചിട്ടുമുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. ലാബ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് എക്സ്പെരിമെന്റിന്റെ ഉത്തരം കിട്ടുകയോ LED ബൾബ് കത്തുകയോ ചെയ്യില്ല. 15 എക്സ്പെരിമെന്റ് ഉണ്ടാകും. ഇതൊന്നും കേട്ട കുട്ടികൾ വഴിതെറ്റരുതേ. അന്ന് അങ്ങനെ ചെയ്തതിൽ ഞാനിന്ന് വല്ലാതെ ഖേദിക്കുന്നുണ്ട്. അത് മൈക്രോ സെറോക്സ് കിട്ടും. വലിയ പേജിനെ ചെറുതാക്കി പ്രിന്റ് എടുക്കും. അത് മടക്കി മടക്കി അവിടെ ഇവിടെയായി വെക്കും. റോൾ നമ്പർ വൈസ് അടുത്തിരിക്കുന്ന ഞങ്ങൾ 3 പേർ 5 എണ്ണം വീതം വീതിച്ചെടുത്തു. ഞാനും വിമലും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഷെഹനാസ് കുറച്ച് ദൂരെയാണ്. ചോദ്യപേപ്പർ വന്നപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഹാപ്പിയായി. നോക്കിയപ്പോൾ അപ്പുറത്തിരിക്കുന്ന 2 ആളും എന്നെ നോക്കുകയാണ്. തൊട്ടപ്പുറത്തുള്ളവനെ ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങേയറ്റത്തിരിക്കുന്നവൻ ഹാ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഞാൻ എങ്ങനെ തരാനാണ്? ഞാൻ ഇവൻ്റെ സങ്കടമൊക്കെ കണ്ടെങ്കിലും അത് നോക്കിയിരുന്നാൽ ഞാൻ തോക്കുമല്ലോ എന്നോർത്ത് എഴുതാൻ ആരംഭിച്ചു. ചോദ്യപേപ്പറിൽ ഉള്ളിൽ വെച്ചാണ് എഴുതുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിലൊരു തോണ്ടൽ. അവൻ അവിടെ നിന്നും ടോം ആൻഡ് ജെറിയിൽ വരുന്നത് പോലെ ടീച്ചറുടെ കണ്ണും വെട്ടിച്ച് 4 ഡെസ്കും കടന്ന് വന്നിരിക്കുകയാണ്. ഞാൻ കൊടുത്തതും അവൻ തിരിച്ച് അതുപോലെ പോകുന്നത് കണ്ടപ്പോൾ എനിക്കാകെ ടെൻഷനായി. കോളേജിൽ ഞാനിത്തിരി മാന്യൻ ആണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എൻ്റെ മുഖത്തെ പരങ്ങൾ കണ്ടപ്പോൾ അറിയാത്തത് കൊണ്ടാണെന്ന് ടീച്ചർക്ക് തോന്നി. എന്നോടുള്ള സ്നേഹം കൊണ്ട് ടീച്ചർ എനിക്ക് ഉത്തരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എഴുതി തുടങ്ങി. അടുത്ത ഭാഗം എഴുതണമെങ്കിൽ പേജ് മറിക്കണം. മറിച്ചപ്പോൾ ദായിരിക്കുന്നു ബിറ്റ്. എന്നെ പിടിച്ച് പുറത്താക്കി. ഭക്തിയില്ലെങ്കിലും അന്ന് സ്റ്റൈലിൻ്റെ ഭാഗമായി കൊന്തയൊക്കെ ഇട്ടിരുന്നു. താനൊരു സത്യക്രിസ്ത്യാനിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചു. സോറി, പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മുഖഭാവം കണ്ട് ടീച്ചർക്ക് പാവം തോന്നി. നീ ഇത് കുമ്പസാരത്തിൽ പറയണമെന്ന് പറഞ്ഞു. തീർച്ചയായും എന്ന് ഞാൻ പറഞ്ഞു. പോയി ബാക്കി എഴുതിക്കൊള്ളാൻ പറഞ്ഞു. 2 സ്റ്റെപ്പ് വെച്ചിട്ട് ഞാൻ തിരിച്ചു നടന്നു. ടീച്ചർ ആ ബിറ്റെന്ന് ചോദിച്ചു. അതോടെ എന്നെ പിടിച്ച് പുറത്താക്കി. അതില്ലാതെ ഞാൻ എങ്ങനെ എഴുതാനാണ്? പക്ഷേ അവന്മാർ രണ്ടും ജയിച്ചു.